എടാ ദിനേശ്, നീ ഇതുവരെ അടുക്കളയിൽ കയറിയില്ലേ? കഴിക്കാൻ വല്ലതുണ്ടോടേ? പാട്ട് കേട്ടിരുന്നാൽ എങ്ങനെടാ വിശപ്പ് മാറണ? അതേട്ടോ, ഇന്നത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുതിർന്നും ദിനേശനോട് നാളെ ബിരിയാണി ഉണ്ടാക്കാം. ചിക്കനും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ട് ഏറ്റവും വലിയ പാട്ടുകാരനാകാനുള്ള ശ്രമത്തില്ല. നമ്മുടെ വേറെ ഏരിയ ഒന്നും അവന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നു. എന്നാ പാട്ടുകാരാ, കേൾക്കുന്നുണ്ടോ? സമീറേ, രവീന്ദ്രൻ മാഷ് എത്ര നന്നായിട്ടാ പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റക്കമ്പീനാദം മാത്രം മൂളും വീണാനാദം ഞാൻ. നാളെ എനിക്ക് അവിടെ കച്ചേരി ഒന്നുമില്ലേ? അത് ശരിയാ, കടൽക്കരയിൽ ഇരുന്നിട്ട് പാട്ട് കച്ചേരിയും കൂടെ ആകാം. കൂടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. അല്ല, ഇതാ റാഷിയോ? കുറെ നേരം ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ശരികൾക്ക് എന്നും വിളിക്കും. അത് ശരി. പക്ഷെ ആകെ ഒരു അവധി കിട്ടുന്നില്ല. അതെ അതെ അതെ, നമുക്കറിയാലോ. പിന്നെ റൂമിൽ കുറെ കാര്യങ്ങൾ, അവധി ദിവസം നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യും. ഇപ്പൊ അതുള്ളത് വലിയൊരു ആശ്വാസം. കുടുംബമൊക്കെ എന്താ പറയുക? എന്തൊക്കെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അവൻ സൗണ്ട് ഒക്കെ ഇട്ടോടി വരുമ്പോട്ട് തോന്നി. ഇതാണ് റാഷ്യ. വന്ന് കുറച്ചു നേരമായി. ഇരിക്കടാ. മുതലാ, നിങ്ങളെ സ്പെഷ്യൽ ബിരിയാണി നമ്മൾ അന്ന് വരെ എത്തി. അത് അറിഞ്ഞിട്ട് അവന് നിങ്ങളെ ബിരിയാണി കഴിക്കണം പറഞ്ഞിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്. അടിപൊളി. ദിനേശ, പക്ഷെ നാട്ടിൽ പോയിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് വന്നോ കേട്ടോ, ലേറ്റ് ആക്കണ്ട. അതെ അതെ, ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ വല്ല രണ്ടാം കെട്ടുകാരനെ കെട്ടേണ്ടി വരും കേട്ടാ. ആ റാഷിക്കും കൂടെ നമ്മുടെ കൂടെ പോരാമായിരുന്നു. ഓ, ആവും വലിയ തിരക്കുള്ള ആളടാ. നമ്മുടെ റൂമിൽ വന്നു പോയത് തന്നെ നമ്മുടെ നാട്ടിലുള്ള കുടുംബക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടാ. അത് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച അവന്റെ താമസ സ്ഥലത്തേക്ക് പോകാം. അതെ അതെ അതെ, അങ്ങോട്ട് പോവാം. അവൻ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഈ കാറ്റെല്ലാം കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമല്ലേ? ഒരു രക്ഷയില്ല. ഇന്ന് അതുമായിട്ട് KFC മേടിച്ചു. അതെ 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 അതെ, എന്നെ തന്നെ കൊല്ലേട്ടാ. രണ്ടാളും കൂടി എന്നെ തന്നെ കൊല്ല്. അല്ല പിന്നെ സമീർക്ക, നോക്കി അവിടെ ഒരു പെൺകൊച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടോ? അവിടെ ആഴമുള്ള ഭാഗം. അവിടെ അതെ അതെ അതെ, നമുക്ക് അവിടെ വരെ പോയി നോക്കിയായിരുന്നു. നിങ്ങൾ അവിടെ ഇരുന്ന നിനക്കല്ല കാറ്റുണ്ടാ? വെറുതെ ആവശ്യമില്ലാണ്ട് കൊല്ലാപ്പിനൊന്നും പോകണ്ട. അറിയാതെ നമുക്കും പെങ്ങന്മാരൊക്കെ ഉള്ളതല്ലേ. അതെ അതെ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. കടുകയും വല്ല ചെയ്യാൻ ഇറങ്ങിയാണെങ്കിലും. അതെ അതെ, എന്നാ വാ, നോക്കിട്ട് വരാം. സിസ്റ്റർ, വാട്ട് ഹാപ്പൻ? ആ മലയാളിയാണല്ലേ? സോറി ചേച്ചി, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന അപകടമാണ്. ഇതൊരു അപകട ഏറിയാണ്. ഈ ലോകത്ത് ഒരു പെണ്ണിന് അപകടമില്ലാതിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം നിങ്ങൾ പറയാമോ? ഞാനൊരു പെണ്ണായതുകൊണ്ടല്ലേ നിങ്ങളെ മൂന്നുപേരും ഇപ്പൊ ഇവിടെ വന്നത്. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ ശരീരം പോണു. എവിടെ തിരിഞ്ഞാലും ഉണ്ട് കുറെ പിശാചുക്കൾ, കാമ പിശാചുക്കൾ. എവിടെയെങ്കിലും തനിച്ചൊന്നിരിക്കാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ? ദിനേശ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ വയ്യാവേലിക്ക് നമുക്ക് എനിക്ക് നാട്ടിൽ നിന്ന് എന്തോ അബദ്ധം പറ്റിയെന്ന് ഫ്രോഡിന്റെ വലയിലാണ് കുടുങ്ങിയത്. എന്താ ചെയ്യാനറിയാതെ ചാടിയ തോന്നടാ. അയ്യോ നോക്ക്, കാണുന്ന പോലില്ല, ഭയങ്കര ആഴമുള്ള സ്ഥലമാണ്. സമീര പെട്ടെന്ന് ഫോൺ വിളിച്ച് എമർജൻസി വിളിക്കും.
വൃത്തിയൊക്കെ നിന്നെ കാണാമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ ഉമ്മ കരഞ്ഞു പറഞ്ഞപ്പോൾ അവരെ ബോധിപ്പിക്കാനായിട്ട് ഞാൻ വന്നേ. അന്ന് ആ പെണ്ണിന് എന്ത് സംഭവിച്ചിരുന്നെങ്കിലോ എൻ്റെ അവസ്ഥ എന്തായിരുന്നു? ജീവിത അവസാനം വരെ ഇതിനകത്ത് കിടക്കേണ്ടി വന്നേനെ. അല്ലെങ്കിൽ നിന്നെ തൂക്കിലേറ്റപ്പെട്ടിരുന്നു. ഈ വൃത്തിയായിട്ട് കച്ചവടം നടത്തി ഉണ്ടാക്കിയ പൈസ കൊണ്ടാണല്ലോ ഇത്ര നാളും നിൻ്റെ വീട്ടുകാർ ആർഭാടപൂർവ്വം ജീവിച്ചു ഓർത്തിട്ട് അവരിപ്പോൾ നിന്നെ ഓർത്ത് ലജ്ജിക്കുകയാണ്.